In each picture below, the central angle of an arc of a circle is shown. In each, calculate the angle which the arc makes at other 2 points. അതായത് താഴെ ഫിഗറിൽ 2 സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിൾസിനകത്ത് കുറച്ച് ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ ഒരു സെൻട്രൽ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ്? 100 ഡിഗ്രിയാണ് അല്ലേ? ഈ 100 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഏത് ആർക്കിൻ്റെതാണ്? പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആർക്സ് ഇല്ലേ, ഈ ആർക്സിന്റെ എൻഡ്സ് എവിടെയാണ്? ഈ ആർക്സിന്റെ എൻഡ്സ് ആണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് അല്ലേ. അപ്പോൾ ഈ ആർക്കിന്റെ എൻഡ്സിൽ നിന്നും സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ 100 ഡിഗ്രി കിട്ടുക അല്ലേ. അപ്പോൾ ഈ പിങ്ക് കളറിലുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എന്ത്? 100 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആർക്കിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് നോക്കൂ. ഈ ആർക്കിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഫൗണ്ട് ബൈ ജോയിനിങ് എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ് സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെൻട്രൽ ആംഗിൾ 100 ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് ഹാഫ് ഓഫ് 100 ഡിഗ്രി അല്ലേ. ഹാഫ് ഓഫ് 100 ഡിഗ്രി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി, അത് എത്രയാണ്? 50 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ എത്ര? 50 ഡിഗ്രി. ഇനി നമുക്ക് വേറൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫിഗറിൽ നോക്കൂ. ഇപ്പോൾ വേറൊരു ആർക്ക് ഉണ്ട് അല്ലേ. ഈ സർക്കിൾ തന്നെ വേറൊരു ആർക്ക് ഉണ്ട്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആർക്കിന്റെ എൻഡ്സിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സെൻട്രലിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? സെൻട്രൽ ആംഗിൾ അല്ലേ. ഈ ആർക്കിന്റെ എൻഡ്സ് എന്താ? ഈ 2 പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ അത് സെന്ററിലേക്ക് ജോയിൻ ചെയ്യും ഫോം ചെയ്തിട്ടുള്ള സെൻട്രൽ ആംഗിൾ എന്താ? ഇതാണ് അല്ലേ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ എന്താ? സെന്ററിന് ചുറ്റുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 360 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. 360 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി അതെത്രയാണ്? 260 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 260 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? ഈ ആംഗിൾ അല്ലേ. അതായത് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 260 ഡിഗ്രി. കാരണം ഇത് 260 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 260 ഡിഗ്രി അല്ലേ. അപ്പോൾ ആ ആർക്കിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിന്റെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് ഇത് അല്ലേ. അപ്പോൾ ഇത് എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. സെൻട്രൽ ആംഗിൾ 260 ഡിഗ്രി ആയതുകൊണ്ട് ഇതിന്റെ ഈ ആംഗിൾ എന്തായിരിക്കും? അതിന്റെ ഹാഫ്. അത് എത്രയാണ്? 260 ഡിഗ്രിയുടെ ഹാഫ് 130 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 130 ഡിഗ്രി. ഓക്കെ, ഈ സെക്കൻഡ് ഫിഗർ നോക്കാം. സെക്കൻഡ് ഫിഗറിൽ ഒരു സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ഈ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതാണ് വലിയ ആർക്ക്. അപ്പോൾ ഇതിന്റെ എൻഡ് പോയിന്റ്സ് ആണ് ഇത്. ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് ആണ് ഈ ബ്ലാക്ക് കളറിൽ ഉള്ള പോയിന്റ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ്സ് സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് എന്ത്? 240 ഡിഗ്രി അല്ലേ. ഈ വലിയ പിങ്ക് കളർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര? 240 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ആർക്കിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. സെൻട്രൽ ആംഗിൾ 240 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 240 ഡിഗ്രി അതെത്രയാണ്? 240 ഡിഗ്രി ബൈ 2 അത് എത്രയാണ്? 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി വേറൊരു ആംഗിൾ കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ സെൻറ്ററിൽ മറ്റൊരു ആംഗിൾ കൂടി ഉണ്ട് അല്ലേ. ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ് ഒരു പോയിന്റിന് ചുറ്റുള്ള അല്ലേ. അപ്പോൾ സെൻറ്ററിന് ചുറ്റുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൽ കുറച്ച് പോർഷൻ 240 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി മൈനസ് 240 ഡിഗ്രി അതെത്രയാണ്? 120 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ മേലെയുള്ള ആംഗിൾ എത്രയായിരിക്കും? മേലെയുള്ള ആംഗിൾ ഈ സെൻട്രൽ ആംഗിളിന്റെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. ഏത് ആർക്കിന്റെ? ഇപ്പോൾ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 120 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ആർക്കിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതെന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി അല്ലേ ഈ ആർക്കിന്റെ. അപ്പോൾ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി ഇൻറ്റു ഹാഫ് അതെത്രയാണ്? 60 ആണ് അല്ലേ. ഈ ആംഗിൾ എത്ര? 120 ഡിഗ്രി ബൈ 2 അത് 60. ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ,
റീസൺ എന്താണ്? ആംഗിൾ ഫോംഡ് ബൈ ജോയിനിങ് എൻഡ് പോയിന്റ്സ് ഓഫ് എൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ.